ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതൊക്കെയാണ് സോഴ്സസ്, അതുപോലെ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് പരശുറാം ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻറ്റർ 31st December 2015 and 16. Prepare a statement showing sources and application of funds. ഇവിടെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. 2 ഇയേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. പരശുറാം ലിമിറ്റഡിൻ്റെ 2 ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, 2015-ലെയും 16-ലെയും. ഇതിൽ നിന്ന് നമ്മളോട് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 2 ഇയറാണ്, 2015 31/12/15 31/12/16 2 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അസറ്റ്സ് ലയബിലിറ്റി സൈഡിൽ നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 2,87,500, ക്രെഡിറ്റേഴ്സ് 53,000 and 35,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 7,000 and 15,500. അതേപോലെ അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ഉണ്ട്, അത് 15-ൽ 37,500 50,000 ആണ്. സ്റ്റോക്ക് 60,500 68,000, ഡെപ്റ്റേഴ്സ് 90,500 85,000, ക്യാഷ് 71,500 and 1,35,000. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടലും തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 2,60,000 2015-ലും 3,38,000 16-ലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സോഴ്സസ്, അതുപോലെ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും നമുക്ക് വേണം. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ കറണ്ട് അസറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്, അസറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ക്യാഷുമാണ് കറണ്ട് അസറ്റ് തന്നിട്ടുള്ളത്. കറണ്ട് ലാബിലിറ്റീസ് ഒരേ ആയിട്ടുള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രമാണെന്ത് കറണ്ട് ലാബിലിറ്റീസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര കോളം വേണം, ഇവിടെ ഒരു 4 കോളം വേണം. 4 കോളത്തിൽ ലാസ്റ്റ് കോളത്തിൽ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ട് 2 കോളം എക്സ്ട്രാ വേണം. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് 2015-ഉം 16-ഉം പിന്നെ എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഒരു കോളം ഇൻക്രീസും ഒരു കോളം ഡിക്രീസുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റുള്ള കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റുള്ള കറണ്ട് അസറ്റ് സ്റ്റോക്ക് ആണെന്ത് ഫസ്റ്റ് കറണ്ട് അസറ്റായിട്ട് തന്നില്ല. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് 60,500 ആണ് സ്റ്റോക്ക് 2015-ലെ. പിന്നെ വരുന്നത് 16-ൽ അതെത്രയായി 68,000 ആണ് ആയത്. അപ്പോൾ എന്താണ്, സ്റ്റോക്ക് ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ഇതാ ഇത്രയും എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് എത്രയായി, ഇൻക്രീസിൽ 7,500 rupees ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ആണ് അടുത്ത കറണ്ട് അസറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 90,500 ആയിരുന്നു, സെക്കൻഡ് ഇയറിൽ അത് 85,000 ആയി മാറി. അപ്പോൾ 90,000 85 എന്ന് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടായിട്ടുള്ളത്, അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, ഡെപ്റ്റേഴ്സ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, ഡിക്രീസ് ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5,500 ഡിക്രീസ് കോളത്തിൽ എഴുതുന്നു. ഇനി മൂന്നാമത്തെ കറണ്ട് അസറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാഷ് ആണ്. അതിൽ ഫസ്റ്റ് ഇയറിൽ വരികയാണെങ്കിൽ 71,500 ആണ്, സെക്കൻഡ് ഇയറിൽ 1,35,000 ആണ്. അപ്പോൾ ഇവിടെ 1,35,000 ആയിട്ട് എന്താണ് ചെയ്തത്, കറണ്ട് അസറ്റ് ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 63,500 ഇൻക്രീസ് കോളത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ അത് എഴുതുന്നു. ഇനി ഇതിനെ കറണ്ട് അസറ്റ്സിനെ മൊത്തം ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 2015-ൽ 2,22,500 2016-ൽ 2,88,000 ആണ്. ഇനി നമ്മൾ കറണ്ട് ലാബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് ലാബിലിറ്റി
ലയബിലിറ്റീസ് എഴുതുമ്പോൾ ഫസ്റ്റ് കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ക്രെഡിറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സ് മാത്രമാണ് കറൻറ്റ് ലയബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 53,000 സെക്കൻഡ് ഇയറിൽ 35,000 ഉണ്ട്. അപ്പോൾ 53,000 ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് സെക്കൻഡ് ഇയർ ആയപ്പോൾ എത്രയും 35,000 ആയിട്ട് ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 80,000 ഡിക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിക്രീസ് കോളത്തിൽ എഴുതണം. ഇനി എന്താണ് എഴുതേണ്ടത്? അത് ടോട്ടൽ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ് ഇനി കാണേണ്ടത്. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഇത് എമൗണ്ട് മാത്രമേ ഉള്ളൂ. 53ഉം 35ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2,22,500 നിന്ന് 53,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1,69,500. അതേപോലെ 2,88,000 നിന്ന് 35,000 കുറയ്ക്കുമ്പോൾ 2,53,000 ആണ് എമൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇനി ഇതിൻ്റെ ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 89,000 കിട്ടും. അപ്പോൾ ഒരു ഡിക്രീസ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡിക്രീസ് കോളത്തിൽ 5,500 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 89,000 നമുക്ക് എത്രയാണ് ബാലൻസ്? ഡിക്രീസ് ചെയ്തിട്ടുള്ള ആകെ 5,500 വന്നിട്ടുള്ളൂ. അപ്പോൾ 89,000 നിന്ന് 5,500 ലെസ് ചെയ്യുമ്പോൾ 83,500 ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ആ എമൗണ്ട് ആയിട്ട് എഴുതേണ്ടത് ഈ ഒരു എമൗണ്ട് ആണ്. ഇതിൻ്റെ ബാലൻസ് ഫിഗറാണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നുകൊണ്ടാണ് ഇങ്ങനൊരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ 7,000ഉം അതേപോലെ 15,500ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എഴുതണം. അതുപോലെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറത്തെ പ്രോഫിറ്റ് എഴുതണം. അതായത് 7,000 എഴുതണം. ഇനി ആ ഒരു എമൗണ്ട് കോളം എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നതാണ്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ബാലൻസ് ഫിഗർ ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 88,500 ഇവിടെ എമൗണ്ട് കിട്ടും. അപ്പോൾ അതും ആ ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. ഇനി ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഇങ്ങനെ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സോഴ്സസ് അതുപോലെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് എഴുതേണ്ടത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇഷ്യൂ ഷെയറിൽ എത്ര ഷെയർ നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ 2 lakh അതുപോലെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ 2 lakhഉം 2,87,500 വന്നിട്ടുണ്ട്. അപ്പോൾ 2 lakh ഓൾറെഡി 15ൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറാണ്. അപ്പോൾ 2016 അപ്പോൾ എത്രയാണ്? 87,500 ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ഷെയർ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതാണ് എന്ത് ഫസ്റ്റായിട്ട് എഴുതേണ്ടത്. പിന്നെ വരുന്നതാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എഴുതണം. അത് ബാലൻസ് ഫിഗറാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഫണ്ട്സ് ഫ്രം ഓപ്പറേഷനായിട്ട് വരുന്നത്. അത് സോഴ്സസിലാണ് കാണിക്കുന്നത്. കാരണം അതെവിടെയാണ്? ബൈ സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് സോഴ്സസ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ സോഴ്സസിൽ എഴുതുകയാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 8,500 എഴുതണം. ഇനി അപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ പർച്ചേസ് ഓഫ് പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്? 12,500 എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ഒരു 12,500 കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ പോയി നോക്കുക. ക്വസ്റ്റ്യനിൽ പോയിട്ട് പ്ലാന്റ് എത്രയാണ് കഴിഞ്ഞ വർഷമുള്ളതെന്ന് നോക്കണം. കഴിഞ്ഞ വർഷം 37,500 ഉണ്ട്. പക്ഷേ ഈ വർഷം എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 50,000 രൂപ ഉണ്ട്. അപ്പോൾ 50,000 രൂപ എന്ന് പറഞ്ഞാൽ പുതിയ പ്ലാന്റ് നമ്മുടെ ഇൻക്രീസ് ആയിട്ടുള്ള, അപ്പോൾ പുതിയ പ്ലാന്റ് വാങ്ങിച്ചിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? 12,500 രൂപയ്ക്കാണ് എക്സ്ട്രാ ആയിട്ട് പ്ലാന്റ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതാണ് എന്ത് എഴുതേണ്ടത്?
പർച്ചേസ് ഓഫ് പ്ലാന്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതേണ്ടത്. പർച്ചേസ് ഓഫ് പ്ലാന്റ് 12,500. ഇനി ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണെങ്കിലും ആപ്ലിക്കേഷനിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, അത് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 83,500 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് 2-3 അഡ്ജസ്റ്റ്മെൻറ്റ് കേസസ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് 2 രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കറൻറ്റ് ലാബിലിറ്റി ആയിട്ടും ഒന്ന് നോൺ കറൻറ്റ് ഐറ്റം ആയിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കറൻറ്റ് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്ക് ഇൻ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ലൈക്ക് അതർ കറൻറ്റ് ലാബിലിറ്റീസ്. അതായത് കറൻറ്റ് ലാബിലിറ്റി ആയിട്ടാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലാണ് എഴുതേണ്ടത്. അതർ കറൻറ്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഷെഡ്യൂളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ളത്. ഈ ഒരു കേസിൽ തന്നെ ഇവിടെ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ നമ്മളെന്ത് കാണിക്കുന്നില്ല. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്നില്ല. അത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൽ മാത്രമാണെന്ത് കറൻറ്റായിട്ട് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ക്യാഷും ബാങ്ക് ബാലൻസും കുറയ്ക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസും വർക്കിംഗ് ക്യാപിറ്റലിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ള ആ എമൗണ്ടും ഓൾറെഡി നമ്മൾ കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് അക്കൗണ്ടുകളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ കറൻറ്റ് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന അക്കൗണ്ടിൽ അതർ കറൻറ്റ് ലാബിലിറ്റീസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കറൻറ്റ് അക്കൗണ്ട്സ് മാത്രമാണ് ആവശ്യമുള്ളൂ. ഇവിടെ ഫണ്ടുകളൊന്നും മൂവ് ചെയ്യുന്നൊന്നുമില്ല. ഇനി അതിനൊരു നോൺ കറൻറ്റ് ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറൻറ്റ് ലാബിലിറ്റി. ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ഇൻ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കറൻറ്റ് ലാബിലിറ്റീസ് ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മാത്രമേ അതിനെന്തിലെഴുതുന്നു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. നോൺ കറൻറ്റ് ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഷെഡ്യൂളിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കേസിലെടുക്കുകയാണെങ്കിൽ ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഹിഡൻ ഇൻഫർമേഷൻസിനെ നമ്മൾ കണ്ടെത്തുകയാണ്. ഈ ഹിഡൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രൊവിഷൻ ഡ്യൂറിങ് ദി ഇയർ ഓർ എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊവിഷൻ എന്ത് ചെയ്തു ആ ടാക്സ് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, if there is an additional information about the provision for tax made during the year, the provision for tax account will show tax paid during the year as balance figure. അതായത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആയിട്ട് ഒരു ബാലൻസ് ഫിഗർ ആയിട്ടാണ് കാണിക്കേണ്ടത്. ഈ ഒരു ഇയറിൽ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ടാക്സ് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിൽ ഷോ പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഈസ് ഗിവൺ ആസ് അഡീഷണൽ ഇൻഫർമേഷൻ വിൽ അക്കൗണ്ട് ഷോ പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആസ് ബാലൻസ് ഫിഗർ. ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് ആ ഇയറിൽ തന്നെ കറൻറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ നോൺ കറൻറ്റ് ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷനെ 2 രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ രീതിയിലാണെങ്കിൽ ഷെഡ്യൂളിൽ ആഡ് ചെയ്താൽ മതി, കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് ആഡ് ചെയ്യുക. രണ്ടാമത്തെ കേസാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, കറൻറ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് ഇതിനെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ദ ഓപ്പണിംഗ് ബാലൻസ് ഇൻ ദി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ആസ് ഓൺ 1/1/2016 ഈസ് 50,000. 2016 ജനുവരി 1 50,000 ആണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ 60,000 ആണ്. ആ വർഷം തന്നെ
ആ വർഷത്തിൻ്റെ അവസാനം 60,000 ആണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഈ ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഈസ് എമൗണ്ടഡ് ടു 43,000. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, ടാക്സ് ആ ഒരു വർഷത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 43,000 രൂപയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഐറ്റത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വെൻ ദി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് ട്രീറ്റഡ് ആസ് കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻ ദിസ് കേസ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈസ് സിംപ്ലി ടേക്കൺ ഇൻ ദി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതാ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കറൻറ്റ് ലാബിലിറ്റീസിൽ എന്ത് എഴുതണം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് എഴുതണം. അപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നെന്ന് കാണിക്കണം. അപ്പോൾ 50,000 60,000 50,000 60,000 ആണ് മാറിയിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ് ഇവിടെ 50,000 കറൻറ്റ് ലാബിലിറ്റിയാണ്. കറൻറ്റ് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10,000 ഡിക്രീസിൽ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നോൺ കറൻറ്റ് ലാബിലിറ്റി ആയിട്ട് എടുക്കുന്ന കേസാണെങ്കിൽ ഈ കേസിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 43,000 ആണ് കാണിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ. അതുപോലെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ബാലൻസ് ബ്രോ ഡൗണിലും ബാലൻസ് ക്യാരി ഡൗണിലും കാണിക്കണം. ഈ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, 43,000 എന്ന് പറയുന്നത് ടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് ആണ് എന്ത് ടാക്സ് കൊടുത്തതായിട്ട് കാണിക്കേണ്ടത്. പിന്നെ കാണിക്കുന്നത് ബാലൻസ് ഫിഗറാണ്. അതായത് ഈ എമൗണ്ട് ഈ ഭാഗമാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ അതെന്താണ് ബാലൻസ് ഫിഗറായിട്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 53,000 എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ എടുത്ത കേസ് എടുക്കുകയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിലും തന്നെ നമ്മൾ കറൻറ്റ് ലാബിലിറ്റി ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസും വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത് 53 35 ആയിട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാബിലിറ്റി കുറയുക എന്നുള്ളത് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്താണ് കൂട്ടുന്നത്, ഇൻക്രീസാണ് വരുത്തുന്നത്. അപ്പോൾ കറൻറ്റ് അസറ്റിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കറൻറ്റ് ലാബിലിറ്റീനെ വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്.